യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. എൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ജാഗരണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഭർത്താക്കന്മാർ ചിന്താശക്തരും സന്തുഷ്ടരും ആയിരിക്കണം എന്നതാണ്. ബൈബിളിൽ 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരുടെ കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുക. ഒരു സന്തുഷ്ട കുടുംബം ദീർഘായുസ്സിൻ്റെ ഒരു പടി കൂടിയാണ്. പിതാവ്, മാതാവ്, കുഞ്ഞുങ്ങൾ അടങ്ങുന്ന സന്തോഷകരമായ ഒരു കുടുംബജീവിതം അവിടെ എല്ലാവർക്കും ദീർഘായുസ് കൊണ്ടുവരും എന്നാണ് അനേക പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്രകാരം ആ സന്തുഷ്ട കുടുംബമായിരിക്കാൻ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭർത്താവാണ് ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഭർത്താവ് തൻ്റെ ഭാര്യയെ എപ്രകാരമാണ് കരുതുന്നത്, എപ്രകാരമാണ് അവളെ പരിപാലിക്കുന്നത്. എല്ലാ ഭാര്യമാർക്കും ഓരോരോ കുറവുകളുണ്ടായിരിക്കാം. ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ അവർക്ക് പ്രയാസങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ഭർത്താക്കന്മാർ തൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ ഭാരമായി ഏറ്റെടുക്കാതെ ഭാര്യമാരെ സ്നേഹിച്ച് അവരുടെ കുറവുകളെ അംഗീകരിച്ച് കുഞ്ഞുങ്ങളെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സന്തുഷ്ട കുടുംബമായി ആ കുടുംബം മാറും. അപ്രകാരം അത് ദൈവം വസിക്കുന്ന നല്ല കുടുംബമായി മാറുവാൻ കൊണ്ട് സാധിക്കും. ഏറ്റവും പ്രധാനം ഭർത്താക്കന്മാരുടെ അവരുടെ ത്യാഗമനോഭാവമാണ്. തൻ്റെ ഭാര്യയെ സ്നേഹിക്കുകയും അവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളെ കൂടുതലായിട്ട് തിരിച്ചറിയുവാനും ചെയ്യുവാനും അവൾക്ക് സാധിക്കും. നാം മനസ്സിലാക്കണം, ഭാര്യമാർക്ക് വലിയ ഉത്തരവാദിത്വം തൻ്റെ കുടുംബത്തിലുണ്ട്. അത് നിർവഹിക്കുവാൻ ഭർത്താക്കന്മാർ അവരെ സ്നേഹിക്കുമ്പോഴാണ് അത് സാധിക്കുന്നത്. നമ്മുടെ ഗോത്രപിതാവായ യാക്കോബ് ഒരു വലിയ പ്രയാണം ആരംഭിക്കുമ്പോൾ ബൈബിളിൽ പ്രകാരം കാണുന്നു, തൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും കരുതുന്ന ഒരു യാക്കോബിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം നമുക്കും യാക്കോബിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെ പരിപാലിക്കുവാനും നമ്മുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും നല്ല രീതിയിൽ നോക്കുവാൻ തക്കോണം സർവശക്തൻ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ അടിയങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, ഇന്ന് കേട്ട വചനപ്രകാരം ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുവാനും ഭാര്യ ഭർത്താക്കന്മാർ അവരാഴത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും പരസ്പരം സ്നേഹത്തിന് ഉടമകളായി മാറുവാനും കുടുംബം ഏറ്റവും നല്ല കുടുംബമായി മാറുവാനും സർവശക്തൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ അയൽക്കാർക്കും ഞങ്ങളുടെ സ്നേഹിതർക്കും ഞങ്ങളുടെ സഭാവിശ്വാസികൾക്കും നല്ലൊരു മാതൃകയായി ജീവിപ്പാൻ സഹായിക്കണമേ. മാനവമഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവിന് നാം ചോദിക്കുമ്പോൾ ദൈവം ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.